അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. വാട്സപ്പിൽ ഒരു വാർത്ത വന്നു, കാള പ്രസവിച്ചു. വാട്സപ്പിൽ വന്ന് വായിക്കോ നോക്കൂല. വാർത്ത കണ്ടതും തന്റെ മൊബൈലിൽ എത്ര ഗ്രൂപ്പുണ്ടോ ആ സർവ്വ ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുമ്മാ അതൊന്ന് വായിച്ചു നോക്കും. കാള പ്രസവിച്ചു. അപ്പോഴാ ചിന്തിക്കണം, അല്ല കാള പ്രസവിക്കത്തില്ലല്ലോ, അതിനു മുമ്പേ മൊത്തം എത്തിക്കഴിഞ്ഞു. എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് 4 പേരോട് പറയാതെ ഒരു മനസ്സമാധാനം കിട്ടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും ഈ വിഷയത്തിൽ കണക്കാ. പള്ളിയിലെ ഖത്തീബാണെങ്കിലും നാട്ടിലെ കള്ളുകുടിയനാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ എല്ലാവരും സമന്മാരാ. ആരും വഅദ് പറയുന്നവനാകട്ടെ, ഇൽമ പഠിച്ചവനാകട്ടെ, എല്ലാ മനുഷ്യരും ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ മാത്രം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാ, അങ്ങനെയുള്ള വിഷയത്തിൽ തലയിടരുത്. ഉസ്താദെ, ചില ആൾക്കാർ പറയാറുണ്ട്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഓം പറയുന്നത് കേട്ടതല്ലേ, കേട്ടാലും പറഞ്ഞവനെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പച്ചയിറച്ചി തിന്നുന്നവൻ വന്ന് അടുത്ത് നിന്നിട്ട് പള്ളിയിലെ ഇമാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോ കേട്ടോണ്ട് നിന്നില്ലേ, അതും പാപമാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരേ ഒരായത്ത് മാത്രം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഇൻ ജാഅകും ഫാസിഖുൻ, ഇൻ ജാഅകും ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, ഒരു പാപിയുണ്ടല്ലോ, അവന് നിസ്കാര തഴമ്പ് കാണാം, താടിക്ക് നീളമുള്ളവനാകാം, വഅദ് പറയുന്നവനാകാം, പടച്ചവനെ ഹജ്ജ് ചെയ്തവനാകാം, ഉംറ ചെയ്തവനാകാം, പള്ളി കെട്ടിക്കൊടുത്തവനാകാം, എപ്പോഴും കയ്യിൽ തസ്ബീഹ് പിടിച്ചുകൊണ്ട് നടക്കുന്നവളാകാം. ഇൻ ജാഅകും ഫാസിഖുൻ, അല്ലാഹുവേ, ഒരു വൃത്തികെട്ടവൻ, ഒരു പാപിയുണ്ടല്ലോ, അവൻ ആരെയെങ്കിലും കുറിച്ച് നിന്റെ അടുക്കൽ വന്ന് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു തന്നാ നീ വിശ്വസിക്കല്ലേ. അതിന്റെ സത്യം എന്താണെന്നറിയാതെ നീ പറഞ്ഞു പരത്തിയിട്ട് ആ പാവപ്പെട്ടവനാണെങ്കിലല്ലേ അവസാനം നീ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ നിന്റെ കൈ വായിക്കകത്തിട്ട് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിനക്ക് ബോധ്യമുണ്ടാകണം, ഇന്നത് അത് ഉള്ളതാണ് എന്ന് ബോധ്യമാകാതെ നീ പറയരുത്. അങ്ങനെ ബോധ്യമായാലും പറയാൻ പാടില്ല. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റാണെങ്കിലും അത് പറയാൻ പാടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല തന്റെ വീട്ടിലേക്ക് നടന്നുപോയി. അന്നിത്തിരി താമസിച്ചു വീട്ടിൽ പോകാൻ. അന്നൽപ്പം താമസിച്ചു വീട്ടിൽ പോകാൻ അബൂ തൽഹ റളിയല്ലാഹു തആല ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോ ഇരുട്ടത്ത് തലയിൽ തുണിയിട്ടിട്ട് ഒരു മനുഷ്യൻ പതുങ്ങി പോകുന്നു. ആ പോക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇതൊരു നല്ല പോക്കല്ല. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല ചിന്തിച്ചു, റബ്ബേ, ഉമർ രാജ്യം ഭരിക്കുമ്പോ ഒരുത്തം പോകുന്നു, എന്നാ ഇവനൊന്ന് പിടിക്കണമല്ലോ, ഇവൻ ആരാ, പാതിരാത്രി പതുങ്ങി പോകുന്നല്ലോ, ഇവനെ ഒന്ന് പിടിക്കണം, ഉമറിന്റെ മുന്നിൽ കൊണ്ടുപോകണം. അബൂ തൽഹ റളിയല്ലാഹു തആല പുറകെ പോയി, എവിടാ പോകുന്നേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, അവസാനം പതുങ്ങി ആരാരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വീടിന്റെ മുന്നിൽ പോയി. അബൂ തൽഹ റളിയല്ലാഹു തആല നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുക. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുന്നാൽ ചുമ്മാ നടന്നാ മതി, ഓനെ പിടിച്ച് തെങ്ങി കെട്ടിട്ടിരിക്കും. എങ്കിൽ ആ മനുഷ്യൻ അല്ലാഹുവേ തലയിൽ തുണിയിട്ടിട്ട് നടന്നൊരു വീടിന്റെ മുന്നിൽ ചെന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല പുറകെ പോയി. പടച്ചവനെ പോയി നോക്കുമ്പോ ഒരു വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അനുവാദം പോലും ചോദിക്കാതെ വീടിനകത്തേക്ക് കയറുക. അബൂ തൽഹ റളിയല്ലാഹു തആല നോക്കുമ്പോ വീടിന്റെ വാതിൽ തുറന്നിട്ട് അകത്തോട്ട് കയറുമ്പോൾ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തിൽ ആ മനുഷ്യന്റെ മുഖം കണ്ടു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി പാതിരാത്രിയിൽ തലയിൽ തുണിയിട്ടിട്ട് ഒരു വീട്ടിൽ കയറി പോകാം. ഇതിൽ കൂടുതൽ എന്ത് തെളിവുണ്ട്? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലാഹു പള്ളിയിലെ ഖത്തീബ് കാണുവാണെങ്കിൽ പെട്ടുപോയി. അല്ലാഹു ഇവിടുത്തെ ഉസ്താദ്മാരാന്നറിയില്ല, അല്ലാഹു കാക്കുമാറാകട്ടെ.
അള്ളാഹു കാക്കുമാറാകട്ടെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കേറി പോകുന്നേ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പൊട്ടിപ്പോയി. പടച്ചവൻ ആരാ അല്ലാ? ഉമറിനെ മയക്കിയെടുത്ത പെണ്ണാരാ അല്ലാ? പടച്ചവനെ വീടിന്റെ വെളിയിൽ പോയി കാത്തു നിന്നു. ഇറങ്ങി വരുമ്പോ ചോദിക്കാൻ എത്ര നേരം നിന്നിട്ട് ഇറങ്ങി വരുന്നില്ല. അവസാനം നിന്നു മടുത്തു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ മുന്നിൽ ഒരു അടയാളം വെച്ച് കണ്ടുപിടിക്കാൻ ഇന്ന വീടാണെന്ന് അറിയണമല്ലോ. അടയാളം വെച്ചിട്ട് വീട്ടിൽ പോയി കിടന്നിട്ടുറക്കം വരുന്നില്ല. അങ്ങനെ അവസാനം ഉറങ്ങി. അല്ലാഹുവേ, സുബ്ഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോ ആരാ ഇമാമത്ത് നിൽക്കുന്നത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇന്നലെ പാതിരാത്രി തലയിൽ തുണിയിട്ടിട്ട് അനുവാദം ചോദിക്കാതെ ഒരു പെണ്ണിന്റെ കൂരയ്ക്കകത്തേക്ക് കയറിപ്പോയ പരിസര പുറകിൽ നിന്ന് നമസ്കരിച്ചിട്ട് നമസ്കാരം ശരിയാകുന്നില്ല. മനസ്സിന് സമാധാനമില്ല, ചോദിക്കാൻ കഴിയില്ലല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം വീട്ടിയിട്ട് പള്ളിക്കകത്ത് നിന്നിറങ്ങുകയാണ്. നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങുകയാ. അടയാളം വെച്ച വീട്ടിലേക്ക് കടന്നു പോവുകയാ. പാതിരാത്രി അടയാളം വെച്ച വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറയുകയാ. അല്ലാഹുവേ, സലാം പറയുമ്പോ വീടിനകത്തിരുന്നൊരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുകയാണ്. വീടിന്റെ വെളിയിൽ ചെന്ന് സലാം പറഞ്ഞു. സലാം അടക്കിയതൊരു പെണ്ണാണ്. പടച്ചവനെ, പെണ്ണാണെന്ന് ബോധ്യമായി. എന്നിട്ടും അബൂ തൽഹ തിരിച്ചു പോയില്ല. സത്യം എന്താണെന്നറിയണമല്ലോ. അവസാനം അല്ലാഹുവേ, വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പ്രായം ചെന്ന ഒരു കിളവി കിടക്കുകയാ. കണ്ണിന് കാഴ്ചയില്ല, ശരീരം മുഴുവനും എല്ലും തോലുമായി എഴുന്നേക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു പാവപ്പെട്ട ഉമ്മ കിടക്കുകയാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിച്ചു, ഉമ്മ, ഇന്നലെ ഒരു മനുഷ്യൻ ഇവിടെ വന്നല്ലോ, പാതിരാത്രി ഒരു മനുഷ്യൻ ഇവിടെ വന്നല്ലോ, എന്തിനാ ഉമ്മ വന്നത്? അവിടുന്ന് പറയുന്നു, മോനെ, എല്ലാ ദിവസവും പാതിരാത്രി വരാറുണ്ട്, എന്നെ കുളിപ്പിക്കാറുണ്ട്, എന്റെ മൂത്രവും കാഷ്ടവും വാരാറുണ്ട്. അവസാനം ഭക്ഷണം വെച്ചിട്ട് ആ പൊന്നുമോനവന്റെ വായിലിട്ട് ചവച്ചരച്ചിട്ടാ എനിക്ക് ഭക്ഷണം തരുന്നത്. ആ ഉമ്മയോട് അബൂ തൽഹ തങ്ങൾ ചോദിച്ചു, ഉമ്മ ആരാണെന്നറിയുമോ? ആ വരുന്ന മനുഷ്യനാരെന്നറിയുമോ? അവിടുന്ന് പറഞ്ഞു, മോനെ, എത്രയോ പ്രാവശ്യം ഞാൻ ആരാണെന്ന് ചോദിച്ച് പറഞ്ഞിട്ടില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആ വീടിനകത്ത് നിന്നിറങ്ങി ഓടുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉമറേ, എനിക്ക് പൊരുത്തം തരുമോ ഉമറേ, എനിക്ക് പൊരുത്തം തരുമോ ഉമറേ? നിങ്ങളെ കുറിച്ച് മോശമായി ചിന്തിച്ചുപോയി, നിങ്ങളെക്കുറിച്ച് മോശമായി ചിന്തിച്ചത്. എനിക്ക് പൊരുത്തം തരണേ, നിങ്ങളുടെ പൊരുത്തമില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബിന്റെ കൈ പിടിച്ചിട്ട് കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് പറയുകയാ, അവസരം കിട്ടുന്ന സമയത്ത് മുഴുവനും മറ്റൊരു കൂടപ്പുറപ്പിന്റെ പച്ചകര